പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ പുതിയ മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്, തീവ്രത അളക്കുന്നത്. ഇവർക്കൊക്കെ ഈ തീവ്രത അളക്കാൻ എന്തുത്സാഹമാണ്. മറ്റൊന്നുകൊണ്ട് പറയുകയല്ല, ഒരു രാഷ്ട്രീയ പോരിനോ അല്ലെ രാഷ്ട്രീയക്കാരെ പറ്റിയോ പറയുകയല്ല. എൻ്റെ അനുഭവം, ഞാൻ 8 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ആ ദുഃഖം ഈ തീവ്രത അളക്കുന്നവർ തന്നെയാണ് 8 വർഷം കൊണ്ട് ഭരണവും നടത്തുന്നത്. എനിക്കിതുവരെ നീതി കിട്ടിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കായാലും കമ്മീഷണർക്കായാലും DGPക്കായാലും ഇനി പരാതികൾ നൽകാൻ ആരുമില്ല. ഈ വാർത്തകളൊക്കെ കാണുമ്പോഴാണ് ഇതിനെയൊക്കെ കാലേ വാരി താഴെ അടിക്കാൻ തോന്നുന്നത്. നമുക്കതിനുള്ള നിയമമില്ലല്ലോ, അതുകൊണ്ടാണ്. എന്തു ചെയ്യാം? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾക്ക് വാഗ്ദാനം തരുന്ന വക്കീലന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി നമ്മളെ പറ്റിക്കുകയാണ്. നല്ലൊരു അവസരമായിരുന്നു ഈ പ്രാവശ്യം ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ വാദം നടന്നു, എന്നാൽ ഇടയ്ക്ക് വെച്ചെല്ലാം തകർന്നു. പക്ഷേ ഞാൻ പിന്മാറുകയില്ല. ഒരു വക്കീലോ 2 വക്കീലോ നമ്മളെ ചതിച്ചെങ്കിൽ ചതിക്കാത്ത ഒരാളെ ഈശ്വരൻ കൊണ്ടുതരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും കറുത്ത കൂട്ടിട്ടവർ അതുപോലുള്ള മനസ്സുള്ളവർ ആണല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാലും ഈ തീവ്രത അളക്കുന്നവർ എന്നാണോ എൻ്റെ കുഞ്ഞിൻ്റെ കേസിൽ എന്നെ സഹായിക്കുന്നത്? ഇപ്പോൾ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ, അതിലൊന്നും നമ്മൾക്ക് വിഷമമില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കെൻ്റെ മകളാണ്. നിയമപോരാട്ടം തുടരും ഞാൻ. അത് നീതി കിട്ടുന്നിടം വരെ പോരാടും. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. പക്ഷേ ഞാനിനി ഏത് വക്കീലിനെ വിശ്വസിക്കും എന്നാണ് ഒരു സംശയം. എങ്ങനെ വിശ്വസിക്കും? എന്നാലും വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കാം. എല്ലാവർക്കും നമസ്കാരം. തീവ്രത അളന്നുകൊണ്ടിരിക്കട്ടെ.